ഹലോ കൂട്ടുകാരെ, ഇന്ന് കുട്ടികൾക്കെല്ലാം ഇഷ്ടമുള്ള ഒരു നാടൻ മധുര പലഹാരമായ ചീട ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി വരാവേ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു മെഷറിംഗ് കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ അളവിൽ എടുത്താലും മതിയേ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു 1/4 കപ്പ് ഉള്ളി അല്ലെങ്കിൽ 1/4 ഗ്ലാസ് ഉള്ളി, അങ്ങനെ 1/4 കപ്പ് ഉള്ളി, 1/4 കപ്പ് വെളുത്തുള്ളി, 3 ടീസ്പൂൺ ജീരകവും 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് നമ്മുടെ മിക്സിയിലിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ നമ്മളൊരു ബേസിൽ 6 കപ്പ് അരിപ്പൊടി, നമ്മൾ അപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി എടുക്കുക. അതിലേക്ക് നമ്മുടെ അരച്ച മിശ്രിതം കൂട്ടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം 2 ടീസ്പൂൺ ഉപ്പും 3 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കുക. 3-4 കപ്പ് വെള്ളം വേണം. അത് കുറേശ്ശെ ഒഴിച്ച് ഒന്ന് മയം വരുത്തിയെടുത്തിട്ട് നമ്മളിത് മൂടി വയ്ക്കുക. അതിനുശേഷം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ടും കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടും കുഴച്ചെടുക്കണം. നമ്മുടെ വിരൽ ഇങ്ങനെയൊന്നും കുത്തുമ്പം നമ്മുടെ വിരലിൽ മാവ് പറ്റരുത്, അതുപോലെ. പിന്നെ നമ്മൾ കുറച്ച് എണ്ണ കയ്യിൽ തേച്ചിട്ട് അതിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കുക. ഇത് ഉണങ്ങിപ്പോകാതിരിക്കാൻ മൂടി വയ്ക്കണേ. പിന്നെ നമ്മളിതുപോലെ ഒരു ഫോർക്ക് എടുത്ത് അതിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഓരോ ഉരുള എടുത്ത് നമ്മൾ ഈ ഫോർക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിപ്പിച്ചിട്ട് പതിയെ ഒന്ന് മടക്കിയെടുക്കുക. ഇങ്ങനെ എല്ലാ ഉരുളയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ. പിന്നെ നമ്മൾ എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഈ ചീട എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. തീ കുറച്ചിട്ട് ഇളക്കുക. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് കോരിയെടുത്ത് എണ്ണ വാലാൻ വേണ്ടി ടിഷ്യൂ പേപ്പറിലോ ബട്ടർ പേപ്പറിലോ ഇട്ട് വയ്ക്കാം. അപ്പം ബാക്കി എല്ലാ ചീട നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാവേ. ഇനി നമ്മളിതൊന്ന് വിളയിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇത് വറ്റി വരണം നല്ലപോലെ, ഒരു നൂൽ പരുവം. നമ്മുടെ കയ്യിൽ വയ്ക്കുമ്പം 2 വിരൽ തമ്മിൽ വയ്ക്കുമ്പോൾ അതിലൊരു നൂൽ പരുവാകണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു തുള്ളി ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ അതങ്ങനെ അടിയിൽ സെറ്റിൽ ആകണം, കട്ടിയാകണം. ആ പരുവായി കഴിയുമ്പോൾ നന്നായിട്ട് കട്ടിയാവുന്നുണ്ടോ നോക്കിയാലും മതി. ആ പരുവായി കഴിയുമ്പോൾ നമ്മുടെ ചീട ഈ ഷുഗർ സിറപ്പിലിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പം നമ്മുടെ ചീട റെഡി ആയിട്ടുണ്ട്. നല്ല മധുരമുള്ള ചീട നമുക്ക് സ്നാക്സായിട്ടൊക്കെ കഴിക്കാം. താങ്ക് യു.